മിസ്റ്റർ നാരായണൻ വിസിറ്റിംഗ് റൂമിലെ സെറ്റിയിൽ ചാരിക്കിടക്കുകയായിരുന്നു. അയാളുടെ തടിച്ച ചുണ്ടുകൾക്കിടയിലിരുന്ന് കറുത്ത ക്ലേ പൈപ്പ് പുകയുന്നു. വളരെ നേരമായി അയാൾ ആ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്. എരിയുന്ന പുകയില പോലെ അയാളുടെ മനസ്സും നീറുകയായിരുന്നു. ഈശ്വരാ, ഇതെന്തൊരു വിധി! ഇത്രയധികം വേദന തനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ, നാരായണൻ ഓർത്തു. മല്ലികയുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ട് പണത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന് കരുതിയതാണ്. കരുത്തനായ മധുവിൻ്റെ കൈകളിൽ അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ എല്ലാ ജോലികളും തീരും. താൻ എന്തൊക്കെ സ്വപ്നം കണ്ടുവോ അതൊക്കെ നഷ്ടപ്പെട്ടു. മധുവിൻ്റെ വേർപാട് തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. താൻ അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് വീണതുപോലെയാണ് നാരായണന് തോന്നിയത്. ഇനി തനിക്ക് കരകയറാൻ കഴിയുമോ? മല്ലികയുടെ മുഖത്ത് നോക്കാൻ കൂടി ത്രാണിയില്ല. സ്വപ്നങ്ങളുടെ ഒരു ശ്മശാനം പോലെയാണ് അവളിപ്പോൾ. കരഞ്ഞു കരഞ്ഞു കവിളിണകൾ വീർത്ത് തളർന്ന് ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുന്ന ആ കുട്ടിയെ അയാൾ ഭാവനയിൽ കണ്ടു. വിധി അവളുടെ ജീവിതം തട്ടിപ്പ് തെറിപ്പിക്കുകയായിരുന്നു. ക്രൂരൻ! നാരായണൻ പല്ലുകൾ ഞെരിച്ചു. ഇത് വിധിയാണോ? അല്ല, ഒരിക്കലുമല്ല. ആരോ തന്നെ മനഃപൂർവ്വം നശിപ്പിക്കുകയാണ്. തൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു അഗ്നിമേഘം കണക്കെ അവൻ നിൽക്കുകയാണ്. അതെ, അവൻ തൻ്റെ സമീപത്ത് തന്നെയുണ്ട്. എന്നിട്ടും അതാരാണെന്ന് കണ്ടുപിടിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ, നാരായണൻ വേദനയോടെ ഓർത്തു. ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കുന്നതിനായി ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, താൻ തളരുകയില്ല. ശരീരത്തിലെ അവസാനത്തെ ജീവൻ്റെ കണക്കുകൂടി നഷ്ടപ്പെടുന്നതുവരെ പിടിച്ചു നിൽക്കും. എന്ത് വില കൊടുത്തും താൻ ആ ദുഷ്ടനെ കണ്ടുപിടിക്കും. അതിനുവേണ്ടി കുറേ രഹസ്യ പോലീസുകാരെ വിലക്കെടുക്കാനും തയ്യാറാണ്. ഡർട്ടി ഡെവിൾ! നാരായണൻ പുക വലിച്ചെടുത്ത് നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് തള്ളി. അപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന അപരിചിതരായ 2 പേരെ കണ്ടത്. നാരായണൻ പകച്ചിരിക്കുമ്പോൾ അവർ അടുത്തു വന്നു. ഞാൻ ടൈംസ്. ഇദ്ദേഹം ഡോക്ടർ പ്രാൺ. താങ്കൾ മിസ്റ്റർ നാരായണനാണെന്ന് എനിക്കറിയാം. ഡിറ്റക്റ്റീവ് ടൈംസ് സ്വയം പരിചയപ്പെടുത്തി. ഹലോ, വരണം വരണം. നാരായണൻ പൈപ്പ് ആഷയുടെ മുകളിൽ വെച്ചതിന് ശേഷം ബന്ധപ്പെട്ട് എഴുന്നേറ്റ് അവർക്ക് ഹസ്തദാനം നൽകി. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. മല്ലിക എന്നോട് പറഞ്ഞായിരുന്നു. ഇന്നലെ ഇവിടെ വന്നിരുന്നു അല്ലേ? ഞാൻ ഫാക്ടറിയിലായിരുന്നു. വരൂ, അകത്തിരിക്കാം. നാരായണൻ ആഷയും പൈപ്പും എടുത്ത് അവരെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. നാരായണൻ്റെ പ്രൈവറ്റ് മുറിയിൽ സോഫ കം ബെഡിൽ അവർ അടുത്തടുത്തിരുന്നു. നാരായണൻ പൈപ്പ് അതിരങ്ങൾക്കിടയിൽ തിരികിയതിന് ശേഷം അവരെ മാറി മാറി നോക്കി. സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതെ, അത് ഞങ്ങൾക്കറിയാം. ടൈംസ് അയാളുടെ ഇരുപുരികങ്ങൾക്കും മധ്യേ കണ്ണുകൾ തറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നിങ്ങളുടെ സ്വപ്നച്ചങ്ങല നശിപ്പിച്ച വിധിയെ പഴിക്കുകയായിരുന്നു. ആ കോപം കൊണ്ട് നിങ്ങൾ പല്ലിറുമി. പിന്നെ നിങ്ങൾ വിധിയെ വിട്ടിട്ട് അതിൻ്റെ പിന്നിലുള്ള മനുഷ്യകരങ്ങളെപ്പറ്റി ചിന്തിച്ചു. നിങ്ങളുടെ എല്ലാ ചെയ്തികളും മനസ്സിലാക്കുന്ന ആ അജ്ഞാതൻ ആരാണെന്ന് സംശയിക്കാൻ പോലും കഴിയാത്തതിൽ നിങ്ങൾക്ക് വേദന തോന്നി, നിസ്സഹായത തോന്നി. പിന്നെ നിങ്ങൾ ആത്മസംയമനം പാലിക്കുകയായിരുന്നു. എന്ത് നഷ്ടം സഹിച്ചും ആ ശത്രുവിനെതിരെ പോരാടുമെന്ന് നിശ്ചയിച്ചു. പുതിയൊരു ഉണർവോടെ പൈപ്പ് പുകച്ചു. ഇത്രയും ഞാൻ നിങ്ങളുടെ മുഖത്തു നിന്ന് മനസ്സിലാക്കി. അത്ഭുതം! എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്ര മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അത്ഭുതം കൊണ്ട് വിടർന്ന മുഖത്തോടെ നാരായണൻ പെട്ടെന്ന് പറഞ്ഞു. സാർ, താങ്കളൊരു മാന്ത്രികനാണോ? വെറും വ്യക്തിചിന്ത മാത്രം. ഇതൊക്കെ തീരെ ചെറിയ കാര്യങ്ങളല്ലേ? ടൈംസ് ഒരു സിഗരറ്റിന് തീക്കൊളുത്തി പുകയെടുത്തു. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയേറിയ കണ്ണുകൾ ആ മുറിയുടെ എല്ലായിടത്തും പതിഞ്ഞിരുന്നു. സാർ, താങ്കളെപ്പോലെ ഒരാളെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ താങ്കൾ അറിയുന്നുണ്ടല്ലോ. എൻ്റെ കുട്ടിയെ ആക്രമിക്കുവാനായി, അവളുടെ ഭാവി ഇരുളിലാക്കുവാനായി ആരോ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞങ്ങളെ രക്ഷിക്കണം. എനിക്ക് ആകെ പേടിയാകുന്നു. എൻ്റെ ചുറ്റും മരണം പതിയിരിക്കുന്നുവെന്ന തോന്നലാണ്. ഭ്രാന്ത് പിടിച്ചു പോകുമെന്ന് തന്നെ തോന്നിപ്പോകുന്നു. ആ ധനികൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വേദനയോടെ യാചിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എല്ലാം എനിക്കറിയാം, ശാന്തഗംഭീരനായ ടൈംസ് പറഞ്ഞു. 2-3 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെപ്പറ്റിയും ഈ എസ്റ്റേറ്റിനെ പറ്റിയും ഞാൻ വ്യക്തമായി തന്നെ പഠിച്ചു. നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന കുറ്റവാളിയെപ്പറ്റിയും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. നാരായണൻ സംശയഭാവത്തിൽ കുറ്റാന്വേഷണൻ്റെ മുഖത്തേക്ക് നോക്കി. മന്ത്രവിദ്യ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് തീക്കളിയാണെന്ന ഭാവമായിരുന്നു നാരായണൻ്റെ മുഖത്ത്. ഡിറ്റക്റ്റീവിന് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ സംശയിക്കേണ്ട. അതത്ര വലിയ കാര്യമൊന്നുമല്ല. സാമാന്യ ബുദ്ധി മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. ചില കുറുക്കു വഴികളിലൂടെയൊക്കെ പോകണമെന്ന് മാത്രം. എങ്കിൽ പറയൂ സാർ, ആരാണ് ചെകുത്താൻ? നാരായണൻ പെട്ടെന്ന് വികാരാവേശത്തോടെ അപേക്ഷിച്ചു. അതിനല്പം കൂടി കാത്തിരിക്കണം. അവൻ തീരെ ചെറിയ പുള്ളിയൊന്നുമല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിരിച്ചിരിക്കുന്ന വല മുറുകാൻ അല്പം താമസിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, ഈ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റുകയില്ല. നാരായണൻ സോഫയിൽ ചാരി നിശ്ചലനായി ഇരുന്നു. അയാളുടെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ പുറത്തു കാണുന്ന സൈപ്രസ് മരത്തിൻ്റെ പത്രങ്ങളിലെ ഏതോ ഒരു സ്ഥാനത്ത് തങ്ങി നിന്നു. പപ്പു ഒരു ട്രേയിൽ ചായയുമായി വന്നു. കുടിക്കൂ സാർ. നാരായണൻ ചായ അവർക്ക് സമ്മാനിച്ചു. എന്തോ എനിക്ക് അല്പം ആശ്വാസം തോന്നുന്നു. അതിന് കാരണം നിങ്ങളുടെ വാക്കുകളായിരിക്കാം. എന്നാലും എൻ്റെ മല്ലികയുടെ കാര്യം ഓർക്കുമ്പോൾ
ഡോക്ടറും ടൈംസും അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവർ നിശബ്ദരായിരുന്ന് ഏലത്തിരി ചേർത്ത ചായ കുടിച്ചു തീർത്തു. ഇന്നലെ താങ്കൾ എപ്പോഴാണ് ഫാക്ടറിയിൽ നിന്ന് വന്നത്? സിഗരറ്റിൻ്റെ എരിഞ്ഞുതീർന്ന ചാരം തട്ടിക്കളഞ്ഞുകൊണ്ട് ഡോക്ടർ പ്രാൺ ചോദിച്ചു. 6 മണി കഴിഞ്ഞു കാണും. അപ്പോൾ മല്ലിക ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ക്ലബ്ബിൽ പോയിരുന്നു. ഞാൻ അവളെ ഇടയ്ക്ക് വെച്ച് കണ്ടു. നിങ്ങളുടെ ജോലിക്കാർ ആരൊക്കെയാണ്? ഈ ബംഗ്ലാവിലെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. കുശിനിക്കാരി ജാനു, അവളെ സഹായിക്കാൻ ഇപ്പോൾ ഇവിടെ വന്ന പപ്പുവും, പിന്നെ ഡ്രൈവർ കുട്ടപ്പൻ, വാച്ചർ ചെല്ലപ്പൻ. ഇവരൊക്കെ വിശ്വസ്തരാണോ? അതെ, ഇവരൊക്കെ ഗണേഷിൻ്റെ കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഗണേഷ് മല്ലികയുടെ അച്ഛനായിരിക്കും. അതെ. കുട്ടപ്പൻ ഇവിടെയുണ്ടോ? ഇടയ്ക്ക് ടൈംസ് ചോദിച്ചു. ഉണ്ട്. ഒന്ന് വിളിക്കൂ. പപ്പു, ആ ഡ്രൈവറെ വിളിക്കൂ. വരാന്തയിൽ നിന്ന പപ്പുവിനോട് നാരായണൻ വിളിച്ചു പറഞ്ഞു. അല്പനേരം അവിടെ നിശബ്ദതയായിരുന്നു. പപ്പു പുറത്ത് ആരോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടു. കുട്ടപ്പൻ മുറിയിലേക്ക് ഭവ്യതയോടെ കടന്നു വന്നു. ഇന്നലെ നിങ്ങൾ ക്ലബിലേക്ക് പോയപ്പോൾ സമയം എന്തായി കാണും? ഡോക്ടർ അവനോട് ചോദിച്ചു. 6 മണിയാവാൻ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇത്ര കൃത്യമായി ഓർക്കാൻ കാരണം? നിങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ കൃത്യസമയം നോക്കാറുണ്ടോ? അതല്ല സാർ, കുട്ടപ്പൻ പതറാതെ പറഞ്ഞു. എൻ്റെ വാച്ച് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് ഇന്നലെ രാവിലെയാണ് വാങ്ങിച്ചത്. കൊച്ചമ്മ ക്ലബിലേക്ക് പോകാനായി കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വാച്ചിലെ സമയം ശരിയാണോയെന്നറിയാനായി കൊച്ചമ്മയോട് സമയം ചോദിച്ചു. അതുകൊണ്ടാണ് ഓർത്തിരുന്നത്. എന്നിട്ട് മല്ലികയുടെ വാച്ചിലെയും നിങ്ങളുടെ വാച്ചിലെയും സമയം ശരിയായിരുന്നോ? അല്ല, 2 മിനിറ്റ് കുറവായിരുന്നു എൻ്റെ വാച്ചിൽ. പിന്നെ ഞാൻ തിരിച്ചു വെച്ചു. നിങ്ങൾ പോകുമ്പോൾ വാച്ചർ ചെല്ലപ്പൻ എവിടെയായിരുന്നു? ഗേറ്റിലുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ആരെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടോ? ഇല്ല, ആരെയും ശ്രദ്ധിച്ചില്ല. മധുവിൻ്റെ കാർ പരിചയമില്ലേ? 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ആ കാറിൻ്റെ സമീപത്ത് സംശയകരമായ രീതിയിൽ ആരെങ്കിലും നിൽക്കുന്നത് കണ്ടോ? നിങ്ങൾ അടുത്ത് തന്നെയുണ്ടായിരുന്നല്ലോ. ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ വീണ്ടും ചോദിക്കുമ്പോഴും ഇത് തന്നെ പറയണം. ഞാൻ കള്ളം പറയില്ല സാർ. ഇന്നിപ്പോൾ താണു വണങ്ങിയതിന് ശേഷം കുട്ടപ്പൻ പോയി. ഡോക്ടർ പ്രാൺ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ടൈംസ് ആ മുറിയുടെ മൊസൈക്ക് തറയിൽ ശ്രദ്ധിക്കുകയായിരുന്നു. നീലയും മഞ്ഞയും ചേർന്ന പുള്ളികളായിരുന്നു തറ മുഴുവൻ. അതിൽ 1-2 മങ്ങിത്തുടങ്ങിയ ചുവപ്പ് നിറത്തിലുള്ള 1-2 പൊട്ടുകൾ ടൈംസ് കണ്ടു. നാരായണൻ ഇരിക്കുന്ന സെറ്റിയുടെ അടിയിലായി ആ പൊട്ടുകൾ കുറെ കൂടി വ്യക്തമായി കണ്ടു. ടൈംസ് നഖം കൊണ്ട് അവയിലൊന്ന് ചുരുണ്ടിയെടുത്തു. ചുവന്ന പാട പോലെ തോന്നിച്ച അത് ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിലിട്ട് തിരുമ്മി. ഇതിനകം അദ്ദേഹം സിഗരറ്റ് ആശ്രയിൽ തിരികിയിരുന്നു. ആ ഭാവത്തിൽ നിന്നും അദ്ദേഹം പ്രത്യേകമായ എന്തോ ഒന്നിൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ടൈംസ് അത് വളരെ ശ്രദ്ധയോടെ ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. അല്പനേരം അതിൽ ശ്രദ്ധിച്ച് ഇരുന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു. രക്തം ഉണങ്ങിയതിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. ടൈംസ് നാരായണൻ്റെ അംഗങ്ങളിലൂടെ കണ്ണുകൾ ഓടിച്ചു. ഒരിടത്തും മുറിവുകളില്ല. പിന്നെ ആ ദൃഷ്ടികൾ അയാളുടെ മുഖത്ത് തറച്ചു. ടൈംസിൻ്റെ പ്രവൃത്തികൾ ആദ്യം മുതലേ നാരായണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ നടുങ്ങി. അനുഭവത്തിൽ നിന്നും അയാൾ അമാനുഷ്യനാണെന്നും സൂക്ഷ്മദൃക്കാണെന്നും നാരായണൻ മനസ്സിലാക്കിയിരുന്നു. അന്ന് പരിഭ്രമത്തിനിടയിലാണെങ്കിലും താൻ വളരെ കൃത്യമായി ആ രക്തം തുടച്ചു കളഞ്ഞതായിരുന്നു. പിന്നെ തൻ്റെ പ്രൈവറ്റ് മുറിയിൽ ഇത്ര കൃത്യമായിട്ട് ആര് പരിശോധിക്കാനാണ്? അതിൻ്റെ ആവശ്യവുമില്ലല്ലോ എന്നേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ അന്ന് തൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയ കൈപ്പിഴ ഇപ്പോൾ കൊലക്കയറായിരിക്കുന്നു. തൻ്റെ ശത്രുവിനെ കണ്ടുപിടിക്കാനായി വന്നവർ തന്നെ പിടികൂടുമെന്ന് നാരായണന് തോന്നി. അദ്ദേഹത്തിൻ്റെ ചോദ്യഭാവത്തിലുള്ള നോട്ടം കൂടിയായപ്പോൾ എല്ലാം ഉറപ്പായി. നാരായണൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. മനസ്സിലൊരു നെരിപ്പോട് മറിഞ്ഞു വീണതുപോലെ. വികൃതഭാവത്തിൽ ചിരിച്ചുകൊണ്ട് രാമദാസ് തന്നെ മരണത്തിൻ്റെ താഴ്വരയിലേക്ക് മാടി വിളിക്കുന്നത് പോലെ നാരായണന് തോന്നി. ഇതിന് 1 മാസത്തിൽ കൂടുതൽ പഴക്കമില്ല. ഡോക്ടർ പ്രാണിൻ്റെ വാക്കുകൾ നാരായണൻ കേട്ടു. തന്ത്രശാലിയായ ടൈംസിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഒരു പാശമായി തൻ്റെ കഴുത്തിൽ വീഴുമെന്ന് നാരായണനറിയാമായിരുന്നു. അയാൾക്ക് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതായും കാൽച്ചൂട്ടിലെ ചോരപ്പുറണ്ട തറ ഇളകി മാറുന്നതായും തോന്നി. 1-2 നിമിഷങ്ങൾ മാത്രമേ പിടിക്കപ്പെട്ടുവെന്ന തോന്നലും അതിൽ നിന്നുണ്ടായ പരിഭ്രമവും മിസ്റ്റർ നാരായണനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരം വലിയ പ്രതിസന്ധികളിൽ ആത്മസംയമനം പാലിക്കുവാനും ധീരത അഭിനയിക്കാനും അയാൾക്ക് കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കൃത്രിമമായ ഒരു ഭാവം വിളിച്ചു വരുത്തുകയും ചെയ്തു. ഡിറ്റക്റ്റീവ് ടൈംസിൻ്റെ കണ്ണുകൾ അയാളുടെ മുഖത്ത് തന്നെ തറച്ചിരുന്നു. പെട്ടെന്ന് ചില ഭാവമാറ്റങ്ങൾ ആ മുഖത്തെ പ്രതിഫലിക്കുന്നത് അദ്ദേഹം കണ്ടു. പിന്നെ അത് മറയ്ക്കുവാനുള്ള ശ്രമമായിരുന്നു. കേസ് മറ്റൊരു വഴിക്ക് കൂടി തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒരു ശാഖ കൂടി ഉണ്ടാവുകയോ ചെയ്യുകയാണെന്നും ടൈംസിന് തോന്നി. ഇതിലൽപ്പം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് അതിരങ്ങൾക്കിടയിൽ തിരികെ ലൈറ്റർ തെളിച്ചു കത്തിച്ചു. പെട്ടെന്ന് ടെലിഫോൺ ശബ്ദിച്ചു. 1 മിനിറ്റ്. നാരായണൻ മേശയുടെ സമീപത്തേക്ക് എഴുന്നേറ്റ് ചെന്നു. നാരായണൻ ടെലിഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ടൈംസ് സുഹൃത്തിനോട് മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ഇതിലെന്തോ രഹസ്യമുണ്ട്. ഇത് നാരായണൻ്റെ പ്രൈവറ്റ് മുറിയാണ്. ഓഫീസ് കാര്യങ്ങൾ മാത്രമേ ഇവിടെ വെച്ച് ചർച്ച ചെയ്യാറുള്ളൂ. 1 മാസത്തിനുള്ളിലാണ് ഈ ചോര ഇവിടെ വീണിട്ടുള്ളതെങ്കിൽ അത് നാരായണൻ്റെ ശരീരത്തിൽ നിന്നല്ല. നോക്കൂ, അവിടെ രക്തം തളം കെട്ടിക്കിടന്ന കറയാണ് വളരെ നേർത്തു കാണുന്നത്. മറ്റാർക്കും ഒരു പക്ഷേ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നാം സ്ഥിരം കൊലപാതകത്തിൻ്റെയും ചോരയുടെയും ലോകത്തായതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞത്.
പക്ഷേ മറ്റൊന്നു കൂടിയുണ്ട്, ഇടയ്ക്ക് കയറി ഡോക്ടർ പ്രാൺ പറഞ്ഞു. അത് മനുഷ്യരക്തമാണെന്ന് ഉറപ്പൊന്നുമില്ല. ആ വഴിക്ക് ഞാനും ചിന്തിച്ചത് കൊണ്ടാണല്ലോ അയാളോട് ഒന്നും ചോദിക്കാതിരുന്നത്. പക്ഷേ എൻ്റെ വിശ്വാസം അത് മനുഷ്യരക്തം തന്നെയാണെന്നാണ്. അയാളുടെ മുഖത്ത് നോക്കി ഞാനത് വായിച്ചു. ന്യായമായും അങ്ങനെ വിശ്വസിക്കാം. കാരണം ഈ മുറിയിൽ ഒരു ജന്തു മുറിവേറ്റ് വീഴാൻ തീരെ സാധ്യതയില്ല. ഡോക്ടർ സിഗരറ്റിൻ്റെ കുറ്റി ആശ്രയിൽ കുത്തി നിർത്തി. ടൈംസ് കുനിഞ്ഞ് ആ ഭാഗത്തെ ചെറിയ ഒരു കുഴിയിൽ നിന്നും തീപ്പെട്ടിക്കമ്പിൻ്റെ അഗ്രം കൊണ്ട് അല്പം രക്തം അടർത്തിയെടുത്ത് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. സൂക്ഷിച്ചു വയ്ക്കണം, നമുക്ക് ഉപകാരപ്പെടും. ഇതാരുടേതാണെന്ന് കൂടി അറിഞ്ഞിട്ട് നമുക്ക് അയാളെ പിടികൂടിയാൽ മതി. നാരായണൻ അപ്പോഴും ടെലിഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ട് തിരിച്ച് സോഫയിൽ വന്നിരുന്നു. സാർ, 1 മണിയായി. ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുന്നതിൽ വിരോധമുണ്ടോ? നോ താങ്ക്സ്, ടൈംസ് പറഞ്ഞു. ഞങ്ങൾക്ക് ഉടനെ ഒരാളെ കാണേണ്ടതുണ്ട്. അയാൾ ഞങ്ങളെ കാത്തിരിക്കും. ഇനിയൊരു അവസരത്തിലാകാം. കുറ്റാന്വേഷകൻ എഴുന്നേറ്റു. നാരായണൻ അവരെ തടഞ്ഞില്ല. നിശബ്ദത മരവിച്ചു കിടക്കുന്ന തേയില തോട്ടത്തിലൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഡിറ്റക്റ്റീവിൻ്റെ ചിന്തകളിൽ കെട്ടുകൾ പിണഞ്ഞു കിടക്കുകയായിരുന്നു. ഓരോന്ന് അഴിച്ചു വരുമ്പോൾ മറ്റൊന്നും മുറുകുന്നു. കെട്ടുകൾ മാത്രമുള്ള ഒരു വലയ്ക്കുള്ളിലാണ് താനെന്ന് അദ്ദേഹത്തിന് തോന്നി. ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ ഹോസ്പിറ്റലിലെ 3ാമത്തെ നിലയിലെ ഒരു മുറിയിൽ ജനൽ കമ്പികളിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിശ്ചലം നിൽക്കുകയായിരുന്നു മല്ലിക. അവളുടെ മുഖമൊക്കെ വെളുത്തു വിളറിയിരുന്നു. കവിളുകളിൽ കണ്ണുനീർ ഉണങ്ങിപ്പിടിച്ച പാടുകൾ കാണാം. അവിടെ നിന്നാൽ എസ്റ്റേറ്റിൻ്റെ കിഴക്കുവശത്തെ ദൃശ്യം വളരെ വ്യക്തമായി കാണാം. മലമടക്കുകളിൽ മരണശയെ നിവർന്നു കിടക്കുന്ന തേയിലക്കാട്. അകലെ ചക്രവാളത്തിൽ നിന്നും ഒരു യുഗ്മഗാനം, ഒരു വിഷാദഗാനം അലയടിച്ചു വരുന്നതായി അവൾക്ക് തോന്നി. ആ കുളിർത്തന്നൽ അലസമായി ചുരുണ്ട് അവളുടെ നെറ്റിയിലേക്ക് വീണുകിടന്ന കുറുനിരകളെ ഇളക്കി ചലിപ്പിച്ചു. ആ മലഞ്ചെരുവുകളിൽ മധുവിൻ്റെ ശബ്ദം മാറ്റുലിക്കൊള്ളുന്നതായി അവൾക്ക് തോന്നി. മല്ലികേ, മല്ലികേ, മല്ലികേ. എല്ലാം അവളുടെ മുന്നിൽ അവ്യക്തമായി. ഒന്നും കാണാൻ കഴിയുന്നില്ല. കണ്ണുകൾ നിറയുകയായിരുന്നു. അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി. കവിളുകളിലൂടെ ഉരുണ്ടുവന്ന ബാഷ്പകണങ്ങൾ അധരങ്ങളിൽ ഒലിച്ചിറങ്ങി. അതിൻ്റെ ഉപ്പുരസം അവൾ വീണ്ടും അനുഭവിച്ചു. തേങ്ങിക്കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞ് തലയിണയിൽ മുഖം അമർത്തി വിങ്ങിപ്പൊട്ടി. ക്യൂൻമേരി എസ്റ്റേറ്റ് ബംഗ്ലാവിലെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. എപ്പോഴും സന്തോഷം അലതല്ലിയിരുന്ന ആ കൂറ്റൻ ബംഗ്ലാവിൻ്റെ കരിങ്കൽ ഭിത്തികളുടെ മൂലകളിൽ നിശബ്ദത തളർന്നു കിടന്നു. നിശബ്ദതയുടെ ഹൃദയത്തുടിപ്പ് പോലെ വിസിറ്റിംഗ് റൂമിലെ ക്ലോക്ക് ടിക് ടിക് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. അകത്തെ മുറിയിലെ ബെഡിൽ രാധാ കെ നായർ തളർന്നു കിടക്കുന്നു. ഏകമകൻ്റെ വേർപാടറിഞ്ഞ് ആ അമ്മ ആദ്യ കയറി വീണതാണ്. ആരൊക്കെയോ താങ്ങി ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ കരഞ്ഞു തളർന്ന് ആ കിടപ്പ് കിടന്നു. വാതിൽക്കൽ കാൽപെരുമാറ്റം കേട്ടപ്പോൾ അവൾ ശിരസ്സനക്കാതെ തന്നെ കണ്ണുകൾ തിരിച്ചു നോക്കി. ബാലൻ. മുഷിഞ്ഞ വസ്ത്രങ്ങളും അലസമായ വേഷവും പാറിപ്പറന്ന തലമുടിയും അയാളെ വികൃതനാക്കിയിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ വേദനയിലും സന്തോഷത്തിലും പങ്കാളിയായ പ്രിയപ്പെട്ടവളുടെ കിടപ്പ് കണ്ട് അയാൾ ഒരു നിമിഷം നിന്നു. ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ കണ്ണുനീർ എപ്പോഴേ തീർന്നു കഴിഞ്ഞിരുന്നു. അയാൾ സാവധാനം ബെഡിലിരുന്നു. പിന്നെ പ്രിയപ്പെട്ടവളുടെ കരതലങ്ങളെടുത്ത് മടിയിൽ വെച്ച് സാവധാനം തലോടി. ചേട്ടാ, നമ്മുടെ മോൻ. നമുക്കിനി ആരാണുള്ളത്? രാധാ കെ നായർ പൊട്ടിക്കരഞ്ഞു. പിന്നെ ബാലൻ കേക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ ലാബറട്ടറിയുടെ മുൻപിൽ ഡിറ്റക്റ്റീവ് ടൈംസിൻ്റെ കാർ നിൽക്കുമ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. അവർ കാറിൽ നിന്നിറങ്ങുമ്പോൾ അകത്തെവിടെയോ ഉള്ള ഘടികാരം ശബ്ദിക്കുന്നത് കേട്ടു. അപ്പോൾ ഡോക്ടർ പ്രാൺ വാച്ചിൽ ശ്രദ്ധിച്ചു. ആ ക്ലോക്ക് 7 മിനിറ്റ് സ്ലോ ആണെന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. പോർച്ചിൽ കാർ വന്ന് നിൽക്കുന്നത് വാതിൽക്കൽ നിന്ന ഇന്ദു കണ്ടിരുന്നു. അവൾ ഉടനെ അകത്തേക്ക് പോയി. അല്പം പോലും കഴിഞ്ഞില്ല, ഡോക്ടർ ജോസ് പ്രകാശ് അകത്തു നിന്ന് വന്നു. ഹലോ, വരണം വരണം. അദ്ദേഹം ഒരു വെളുത്ത പാൻറ് മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. ഷർട്ടിൻ്റെ കൈകൾ ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഭക്ഷണം കഴിഞ്ഞൊന്ന് മയങ്ങി. ആ സംഭവത്തെപ്പറ്റി അറിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. വരൂ, നമുക്കകത്തിരിക്കാം. ഗസ്റ്റ് റൂമിലെ സെറ്റിയിൽ അവർ ഇരുന്നു. നിങ്ങൾ ഇവിടേക്ക് വന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് ഞാൻ കരുതട്ടെ. ഇന്ദു, ഞങ്ങൾക്ക് ചായ വേണം. ഡോക്ടർ സെറ്റിയിൽ ഇളകിയിരുന്നു. ഡോക്ടർ, ഇന്നലെ ആ സംഭവം എങ്ങനെയാണ് ഉണ്ടായതെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ടൈംസ് ചോദിച്ചു. ആരോ ഒരു ശത്രു, മല്ലികയും മധുവും തമ്മിലുള്ള ബന്ധം ഇഷ്ടപ്പെടാത്ത ഒരാൾ, ഡോക്ടർ ജോസ് പ്രകാശ് പറഞ്ഞു. ഞാൻ നേരത്തെ തന്നെ മിസ്റ്റർ നാരായണനോട് പറഞ്ഞതാണ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ നിയമിക്കാൻ. തുടക്കത്തിലെ തന്നെ അയാൾ ഉഴപ്പി. ഇത്രയും അപകടകാരിയാവുമെന്ന് അയാൾ ഒരിക്കലും കരുതിയില്ല. ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യാനും തയ്യാറായിരിക്കുകയാണ്. അപ്പോഴേക്കും നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ചില കുറ്റാന്വേഷകരെ അന്വേഷണത്തിന് ക്ഷണിക്കാൻ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ. അതെന്താ? ഡോക്ടർ പ്രാൺ ചോദിച്ചു. ആ ജോലി വളരെ ഭംഗിയായി നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ജോസ് പ്രകാശ് പറഞ്ഞു. ടൈംസ് അത്ഭുതപ്പെട്ടു പോയി. തങ്ങൾ ആരാണെന്ന് ഇയാൾ അറിഞ്ഞിരിക്കുന്നു. ആ രഹസ്യം ആർക്കും അറിയില്ലെന്നാണ് കരുതിയിരുന്നത്. ഇന്ദു ചായ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. ഞാൻ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വന്നത്. ഇന്ദു പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജോസ് പ്രകാശ് പറഞ്ഞു. എന്തോ കാര്യമുണ്ടല്ലോ. അതെ, അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ആദ്യം മല്ലികയുടെ അമ്പരിപ്പിക്കുന്ന കഥകൾ കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചിരുന്നില്ല.
അനുഭവം നിഷേധിക്കാൻ സാധിക്കുകയില്ലല്ലോ. ടൈംസ് സുഹൃത്ത് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ജിജ്ഞാസയോടെ. അദ്ദേഹം എന്തിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്? ഈ കഴിഞ്ഞ രാത്രി 4 മണിയോടടുത്ത സമയത്താണ് സംഭവം. ഡോക്ടർ ജോസ് പ്രകാശ് തുടർന്നു. കാർ അപകട സ്ഥലത്ത് നിന്ന് തിരിച്ചു വരികയായിരുന്നു. പോർച്ചിൽ കാർ നിർത്തി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അതുണ്ടായത്. മിന്നലിൻ്റേതുപോലുള്ള ഒരു പ്രകാശം കണ്ടു. അത് ഈ കെട്ടിടത്തിൻ്റെ വടക്കുവശത്തുള്ള പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായിരുന്നു. ഒരുപക്ഷെ അതിനപ്പുറത്തെ ചെങ്കുത്തായ കൊക്കയുടെ മുകളിലാണോ എന്നും ഞാൻ സംശയിക്കുന്നു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അത് അവിടെ വട്ടം കറങ്ങി. അപ്പോൾ സമീപത്തെങ്ങും ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല. എല്ലാം തണുത്തു വിറങ്ങലിച്ചു കിടന്നു. സാമാന്യ ശക്തിയായ മഞ്ഞുമുണ്ടായിരുന്നു. 15 മിനിറ്റോളം ആ ഭ്രമണം തുടർന്നു. പിന്നെ അത് താണ് അപ്രത്യക്ഷമായി. വീണ്ടും അതുയർന്നു വരുമോ എന്നറിയാനായി അല്പസമയം കാത്തുനിന്നു. പിന്നെ അതുയർന്നു വന്നില്ല. സാർ, അതെന്താണെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. ഒരു വിശദീകരിക്കാനാവാത്ത സംഭവം പോലെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രകാശം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? മറ്റാരെങ്കിലും കണ്ടിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ടോ? ടൈംസ് ചോദിച്ചു. ഇല്ല, പക്ഷേ 2 ആഴ്ച മുമ്പ് ആ ഭാഗത്ത് ഞാൻ ഒരു വികൃത ജന്തുവിനെ കണ്ടു. ശൽക്കങ്ങളുള്ള ഒരു ജന്തു. ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള ഡിനോസറിൻ്റെയോ സ്ലോത്സിൻ്റെയോ രൂപമായിരുന്നു അതിന്. ഏതാണ്ട് അതേ ജീവികളെ തന്നെയാണ് മല്ലികയും കണ്ടിട്ടുള്ളത്. ഇത്ര നാളും ധൈര്യം അവലംബിച്ചെങ്കിലും ഇപ്പോഴെനിക്ക് നേരിയ ഭയമില്ലാതെയുമില്ല. അതെൻ്റെ ചുറ്റും വരികയാണെന്നും തോന്നി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് താങ്കൾ പറഞ്ഞ സ്ഥലത്ത് പോകണം. താങ്കൾക്ക് കൂടി വരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഓ നോ, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. ഈ മരണവലയത്തിൽ നിന്നൊന്ന് രക്ഷിച്ചാൽ മതി. അതിനു മുമ്പ് ഇതൊന്ന് പരിശോധിക്കണം. താങ്കൾക്കിവിടെ മൈക്രോസ്കോപ്പും സൗകര്യങ്ങളും ഉണ്ടല്ലോ. ഡോക്ടർ പ്രാൺ നാരായണൻ്റെ ബംഗ്ലാവിൽ നിന്ന് കൊണ്ടുവന്ന ചോര അടക്കം ചെയ്ത ചെറിയ കുപ്പി ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ കയ്യിൽ കൊടുത്തു. എന്താണിത്? കുപ്പിക്കകത്തെ ചെറിയ തരികളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. ഒരു മരണക്കുടുക്ക്, ടൈംസ് മന്ത്രിച്ചു.